ഉയർന്ന ശമ്പളത്തോടുകൂടി മെഡിക്കൽ IT രംഗത്ത് ജോലി നേടിയാലോ? ഇത് മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ കാലം. മറക്കണ്ട, ലൂമിനിസ്. ഇനി നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ചുമലുകൾ സംസാരിക്കും. സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 വാൾ കവറിംഗ് കമ്പനി യാര ലക്ഷറി വാൾ കവറിംഗ് ആൻഡ് മോർ. ഈ ഡിസാസ്റ്റർ നടന്ന് രണ്ടാമത്തെ ദിവസം അവിടെ എത്തുമ്പോൾ ഹിറ്റാച്ചി ഒന്നും കയറി ചെല്ലാൻ കഴിയാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ വീടുകൾ തകർന്ന സ്ഥലത്ത് അതിന്റെ സ്ലാബുകൾ വന്ന് ഒന്നായിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു കാഴ്ച പോലെ ഒരു 70 ആൾക്കാരും വലിച്ചു നോക്കി. പക്ഷേ ആ സ്ലാബിന് യാതൊരു അനക്കം ഉണ്ടായിരുന്നില്ല. നമ്മുടെ 2 ജീപ്പും കെട്ടിയിട്ട് ആ സ്ലാബുകൾ വലിച്ചു മാറ്റി. ഞങ്ങൾ അതിലവിടെ കണ്ടൊരു കാഴ്ചയുണ്ട്. ഒരു 5 മൃതദേഹങ്ങൾ അതിൻ്റെ ഉള്ളിൽ കിടക്കണേ. അതിൽ അവിടെ 2 ആൾ കെട്ടിപ്പിടിച്ചിട്ടും അല്ലാതെ ആള് വെള്ളത്തിന്റെ പ്രഷറിൽ അങ്ങോട്ട് നീങ്ങിയിട്ടൊക്കെ. ഇതിൽ നമ്മൾ ഒറ്റയ്ക്ക് പണിയെടുത്തതല്ല പറയാനുള്ളത്. മനുഷ്യന്മാർ എത്രത്തോളം പണിയെടുത്തിട്ടുണ്ടോ അതിന് അത്രത്തോളം അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഈ ജീപ്പുകളും പണിയെടുത്തിട്ടുണ്ട്. ഒരു മലയിൽ ഭീഷണി ഉണ്ടായിട്ട് ആദിവാസികൾ ഉൾപ്പെടെയുള്ള 120 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കാം. 14-15 വണ്ടിയോളം ഇറക്കുകയും ചെയ്തു. ക്യാമ്പ് ഒരാഴ്ചത്തെ ക്യാമ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു കയറ്റാനും. ഫസ്റ്റ് ഇവിടെ വെള്ളം കയറിയ അന്ന് ആ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൻ ഓടിയിട്ടുണ്ട് ഈ ഒരു വണ്ടിയും കൊണ്ട്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും. ഈ ഒരു സാധനം അന്ന് ഒരാളെ കണ്ടു പറഞ്ഞിട്ട് അന്ന് തോണിയൊക്കെ കയറ്റിയിട്ട് അവിടെ പോയിട്ട് സെർച്ച് ചെയ്യാനും കാര്യങ്ങൾക്കും. നമ്മളെ ക്ലബ്ബിൽ ഏകദേശം 30ഓളം മെമ്പർമാര് ഫയർഫോഴ്സിന്റെ വിവിധ ട്രെയിനിങ് കിട്ടിയ ആളുകളുണ്ട്. അതിൽ ആപദാമിത്ര ഉണ്ട്, സിവിൽ ഡിഫൻസ് ഉണ്ട്, അതുപോലെ കേരള പോലീസിന്റെ പോലീസ് വളണ്ടിയർ ഉണ്ട്, TDRF ട്രെയിനിങ് കിട്ടി വർക്ക് ചെയ്യുന്ന ആളുകളും നമ്മളെ കൂട്ടത്തിലുണ്ട്. ഹിറ്റാച്ചി അതുപോലത്തെ വലിയ വലിയ എക്യുപ്മെന്റ്സിന്റെ ഡ്രൈവേഴ്സിനെ മുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക, അതേപോലെ ആർമിയെ മുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. നടക്കാൻ പോലും പറ്റാത്ത അത്രത്തോളം ചളികൾ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഇവർക്കുള്ള ഫുഡ് പ്രോപ്പർ ടൈമിൽ എത്തിച്ചു കൊടുക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ വണ്ടികൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടിയിൽ വലിയ ഡ്രോൺ ഉണ്ടായിരുന്നു. ഏകദേശം 1 കിലോമീറ്റർ റേഡിയസിൽ നമുക്ക് അതിൽ ഫുഡ് സപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ മിലിറ്ററിക്കാരൊപ്പം കൂടിയിട്ട് അതിന്റെ പാലപ്പണിന്റെ ലോഡ് ഇറക്കല് കാര്യങ്ങൾ എവിടെയൊക്കെ നമ്മൾ ആവശ്യങ്ങളുണ്ട് നമ്മൾ കണ്ടറിഞ്ഞിട്ട് നമ്മൾ ചെയ്തിരുന്നത്. ബാക്കിൽ വരുന്ന ലോഡ് കയറ്റിയ വണ്ടികൾ കുടുങ്ങുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ ഡിഫറൻഷ്യൽ ലോക്കറുകളുണ്ട്. അപ്പോൾ വീല് ലോക്കർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീല് കുടുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാലും ഇത് ഇതുണ്ട് ലോക്കർ ഉണ്ടല്ലോ, ലോക്കർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിച്ചാൽ വണ്ടിന്റെ എവിടെയും ചളിയിൽ കുടുങ്ങാൻ ചാൻസുകൾ വളരെ കുറവാണ്. ഇഞ്ച് വെള്ളത്തിലൂടെ പോകാൻ സ്നോർക്കല്, MT ടയർ, മഡിലൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ MT ടയർ വേണം. നമുക്കിത് ഈ ഒരു ലെവൽ വരെ നമുക്ക് വെള്ളത്തിൽ ഓടിക്കാൻ കഴിയും. ഇതിൽ റെസ്ക്യൂവിന് വേണ്ടിയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള എല്ലാവിധ വ്യക്തികളും സ്പെക് ആയിട്ടുള്ള വണ്ടികളും വാഹനങ്ങളും ഫയർ, അതേപോലെ പോലീസ്, അതേപോലെ MPD അവരിൽ നിന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ഈ ഡിസാസ്റ്റർ നടന്നതിൻ്റെ രണ്ടാമത്തെ ദിവസം, അതായത് ചൊവ്വാഴ്ചയാണ് ഈ ഡിസാസ്റ്റർ നടന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ബുധനാഴ്ച മുതലേ ഞങ്ങളുടെ സേവനം അവിടെ റെഡിയാണ്. ഞങ്ങളെന്ന് വെച്ചാൽ കേൾട്ടണ് മാത്രമല്ല, ഈ ഓഫ് റോഡ് ടീംസ് ആയിട്ടുള്ള പുൽപ്പള്ളി ഓഫ് റോഡേഴ്സും ചെറുവാടി ഓഫ് റോഡേഴ്സും ഞങ്ങൾ 3-4 ടീമുകൾ അവിടെ ഫുൾ ടൈം വർക്കിലുണ്ടായിരുന്നു. ഞങ്ങളുടെ അവിടെ മെയിനായിട്ട് ചെന്ന് ഞങ്ങൾ ഈ ഹിറ്റാച്ചി അതുപോലത്തെ വലിയ വലിയ എക്യുപ്മെൻറ്റ്സിൻ്റെ ഡ്രൈവേഴ്സിനെ മുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക, അതേപോലെ ആർമിയെ മുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. പിന്നെ ഒരുപാട് സംഘടനകൾ, ഞങ്ങൾ മാത്രമൊന്നുമല്ല, ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ സംഘടനാ പ്രവർത്തനമായിട്ട് അവിടെ ഈ ഇവർക്ക് സേവനം അനുഷ്ഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവരെയൊക്കെ നമ്മൾ ഈ അതാത് സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു. കാരണം നടക്കാൻ പോലും പറ്റാത്ത അത്രത്തോളം ചളികളുണ്ടായിരുന്നു. ഇത്ര നമ്മുടെ ഊരക്ക് മുകളിൽ വരെയൊക്കെയുള്ള ചളികളുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ കൂടെ ഒക്കെ വണ്ടി ഓടിച്ചിട്ട് അവിടെ ഈ ദുരന്ത നിവാരണത്തിന് വന്ന ആൾക്കാരെ അവിടേക്ക് എത്തിച്ചു കൊടുക്കുക. പിന്നെ അതേപോലെ ഇവർക്കുള്ള ഫുഡ് പ്രോപ്പർ ടൈമിൽ എത്തിച്ചു കൊടുക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ വണ്ടികൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അത് തുടങ്ങി ബുധനാഴ്ച മുതൽ ഏകദേശം ഞായറാഴ്ച രാത്രി വരെ ഞങ്ങളവിടെ ഞങ്ങളുടെ സേവനം ഞങ്ങൾക്ക് അവിടെ അനുഷ്ഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നിർബന്ധമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ പോകുന്നതാണ്. ഇനിയും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും തയ്യാറാണ്. ഇപ്പോൾ പോകണമെങ്കിൽ ഇപ്പോൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ പോകാനും ഞങ്ങൾ തയ്യാറാണ്. പിന്നെ അതൊറ്റയ്ക്കല്ല, അവിടേക്ക് ഈ വണ്ടി എത്താത്ത സ്ഥലങ്ങളിലേക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഡ്രോൺ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ ഡ്രോണൊക്കെ ഇവൻ്റെ വണ്ടിയിലായിരുന്നു കയറ്റിയിട്ടുണ്ടായിരുന്നു. ഫുഡ് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടിയിൽ വലിയ ഡ്രോൺ ഉണ്ടായിരുന്നു. റിമോട്ട് ഏരിയയിൽ, അതായത് ആളുകൾക്ക് ഡ്രോൺ ടീം തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവരെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് റിമോട്ട് ഏരിയയിലേക്ക്, നമുക്ക് പെട്ടെന്ന് നടന്നു പോകാൻ പറ്റാത്ത ഏരിയയിലേക്ക് ഡ്രോണിലാണ് നമ്മൾ ഫുഡ് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1 കിലോമീറ്റർ റേഡിയസിൽ നമുക്ക് അതിൽ ഫുഡ് സപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ പിന്നെ നമുക്ക് അവിടെ ഫാമിൽ കുടുങ്ങിയിട്ടുള്ള കന്നുകാലികളുണ്ടായിരുന്നു. അത്രയും ദിവസം അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു, ഒരു 3-4 ദിവസം. അവർക്കുള്ള പുല്ല്, അതുപോലെ അതിന് കന്നുകാലികളുടെ ഭക്ഷണമൊക്കെ, തീറ്റയും കാര്യങ്ങളൊക്കെ ഒരു ലോറിയിൽ, ഒരു പിക്കപ്പിലാണ് കൊണ്ടുവന്നിരുന്നത്. അതൊക്കെ അവിടെ സ്ലഷിൽ കുടുങ്ങിയ സമയത്ത് നമ്മുടെ ജീപ്പ് വെച്ചിട്ടാണ് അത് മുകളിലേക്ക് വരെ എത്തിച്ചിട്ടുള്ളത്. കെട്ടി വലിച്ചിട്ടാണ് നമ്മളത് മുകളിലേക്ക് വരെ എത്തിച്ചിട്ടുള്ളത്. അതിനുശേഷം അതിന് സന്നദ്ധ പ്രവർത്തകർ ഈ ഉരുൾപൊട്ടിയ ഭാഗത്ത് ഇവർ അത് തലയിൽ ഏറ്റിയിട്ട് അപ്പുറത്തേക്ക് നടന്നിട്ടാണ്, ക്രോസ് ചെയ്തിട്ടാണ് അവിടെ ഫാമിലേക്ക് അത് എത്തിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള പുല്ലുകളൊക്കെ നമ്മൾ നമ്മുടെ ജീപ്പിൽ കയറ്റിയിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്.
ബാക്കിയുള്ള പുല്ലുകളൊക്കെ നമുക്ക് അവരുടെ വണ്ടി കയറില്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീപ്പിൽ മാറ്റിയിട്ടാണ് പിന്നെ മുകളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ മിലിറ്ററിക്കാരൊപ്പം കൂടിയിട്ട് അതിൻ്റെ പാലപ്പണിൻ്റെ ലോഡ് ഇറക്കൽ കാര്യങ്ങൾ എവിടെയൊക്കെ നമ്മൾ ആവശ്യങ്ങളുണ്ട് നമ്മൾ കണ്ടറിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. ഫസ്റ്റ് ദിവസം ഞങ്ങളെ വണ്ടികളൊന്നും ഉള്ളിലേക്ക് കയറ്റിയില്ലായിരുന്നു. എന്നാൽ തന്നെ നമ്മൾ 1-2 വണ്ടികൾ സമയങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ മാൻ പവർ ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് നമ്മുടെ വില മനസ്സിലാക്കിയിട്ട് അവർ നമ്മളെ ഉള്ളിലേക്ക് കടത്തി വിട്ടത്, വണ്ടിയുടെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്ത്. ഇതിൽ നമ്മൾ ഒറ്റയ്ക്ക് പണിയെടുത്തതല്ല പറയാനുള്ളത്, ഞങ്ങൾ എത്രത്തോളം മനുഷ്യന്മാർ എത്രത്തോളം പണിയെടുത്തിട്ടുണ്ടോ അതിന് അത്രത്തോളം അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഈ ജീപ്പുകളും പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് പുൽപ്പള്ളി ഓഫ് റോഡേഴ്സും മറ്റേ നമ്മളെ ചെറുവാടി ഓരൊക്കെ ഇപ്പോഴും നമ്മൾ നല്ല കോൺടാക്ട് ഉണ്ട്. അപ്പോൾ നമ്മളെ ആവശ്യങ്ങളില്ല, നമ്മൾ ഇത്രയും ദൂരത്ത് നിന്നല്ല, പുൽപ്പള്ളിക്കാരൊക്കെ പറഞ്ഞാൽ അവിടെ തന്നെയുള്ള ആൾക്കാരാണ്. ഒരു അന്ന് തൊട്ട് ഇപ്പോൾ ഇന്ന് വരെ അവിടെ ഉണ്ട്. നമ്മളെ ക്ലബ്ബിൽ തന്നെ ഒരു ലേഡി മെമ്പറൊക്കെ ഇപ്പോഴും അവിടെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് നമ്മൾ നിലമ്പൂര് അവിടെ ഉണ്ടായിരുന്നു നമ്മളെ കുറേ ആൾക്കാർ. ഈ കരുവാര മുണ്ടേരി കാട്ടിലുണ്ടായിരുന്നു. നിലമ്പൂര് കരുവാരക്കുണ്ട് ഒരു മലയിൽ ഇത് ഭീഷണി ഉണ്ടായിട്ട് 100 ചില്ലാനം 120 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയിട്ട്, ആദിവാസികൾ ഉൾപ്പെടെയുള്ള 120 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കാം നമ്മളെ 14-15 വണ്ടിയോളം ഇറക്കുകയും ചെയ്തു. ക്യാമ്പ് ഒരാഴ്ചത്തെ ക്യാമ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു കയറ്റാനും റെസ്ക്യൂ കാര്യങ്ങളും നമ്മളെ മന്ത്രി റിയാസിന്റെ ഈ പോസ്റ്റിലും പിന്നെ നമ്മളെ കലക്ടർ പേജിലും കാര്യങ്ങളൊക്കെ നമ്മളെ കുറിച്ച് നമ്മളെ അനിൽകുമാർ അതേപോലെ കുഞ്ഞാലിക്കുട്ടിന്റെ പേജിലൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ന്യൂസും റീൽസും ഒക്കെ വരുമ്പോൾ നമുക്ക് എന്താ കൂടുതൽ പ്രചോദനമാണ്, ആവേശമാണ്. ഇനിയും ഇതേപോലെ നമ്മളെ കൂട്ടത്തിൽ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഒരു പൊടിക്കും കൂടെ നമ്മളെ മനസ്സിൽ ഒരു എന്താ പറയാ ഒന്നും പ്രതീക്ഷിക്കാതാണ് നമ്മൾ ഇതിനൊക്കെ ചെയ്യണത്. അപ്പോൾ ഇതിലും കൂടുതലാവില്ല. ഇപ്പം തന്നെ നമ്മളെ ഈ കേൾട്ടണിക്ക് ആൾക്കാർ നമ്മളെ പ്രവർത്തനം കാര്യങ്ങളുണ്ട്. എത്രയോ ചെറുപ്പക്കാർ നമുക്ക് നല്ല എൻക്വയറീസും കാര്യങ്ങളുണ്ട്. ഈ ഇതിലൊന്ന് ജോയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തന്നെ ഒരുപാട് കോളും കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ നാട്ടിലുള്ള ഓരോ ചെറുപ്പക്കാർക്കും ഓരോ ആൾക്കാർക്കും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാനും ഇതിനൊക്കെ ആഗ്രഹമുണ്ട് ആൾക്കാരുണ്ട്. അവസരങ്ങൾ കുറവാണ്. ഞങ്ങൾ ഈ ഡിസാസ്റ്റർ നടന്ന് 2ാമത്തെ ദിവസം അവിടെ എത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടേക്ക് പല സ്ഥലങ്ങളിലേക്കും ഹിറ്റാച്ചി ഒന്നും കയറി ചെല്ലാൻ കഴിയാത്ത സ്ഥലങ്ങളാണ്, അവിടേക്കൊന്നും എത്തിപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ വീടുകൾ തകർന്ന സ്ഥലത്ത് അതിൻ്റെ സ്ലാബുകൾ വന്ന് ഒന്നായിട്ട് അടഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീടിൻ്റെയും അതിൻ്റെ അപ്പുറത്തെ വീടിൻ്റെയൊക്കെ സ്ലാബുകൾ വന്ന് അടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അവർ ഈ സ്ലാബ് നമ്മുടെ കൈ കൊണ്ട് ഒരു കയറ് കൊണ്ട് കെട്ടിയിട്ട് കയറ് കുറേ വലിച്ചു നോക്കി, അതിമ്പോൾ പോരുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു കാഴ്ച പോലെ ഒരു 70 ആൾക്കാരും വലിച്ചു നോക്കി. പക്ഷേ ആ സ്ലാബിന് യാതൊരു അനക്കം ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് ചെറിയ ക്രാക്കുകൾ നമ്മൾ ഹാമർ കൊടുന്ന് കുറച്ച് ക്രാക്കുകൾ ഇട്ടിട്ട് നമ്മുടെ 2 ജീപ്പും കെട്ടിയിട്ട് ആ സ്ലാബുകൾ വലിച്ചു മാറ്റി. ആ സ്ലാബ് മാറ്റിയ സമയത്ത് ഞങ്ങൾ അതിലവിടെ കണ്ടൊരു കാഴ്ചയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടമുള്ള ഒരു കാഴ്ചയാണ്. അത് ഒരാളെ കൊണ്ട് കണ്ടു നിൽക്കാനും പറ്റില്ല. നമ്മളൊക്കെ കണ്ണിന്ന് വെള്ളം വന്നൊരു സമയമായിരുന്നു അത്. ഒരു 5 മൃതദേഹങ്ങൾ അതിൻ്റെ ഉള്ളിൽ കിടക്കണേ, അതിൽ അവിടെ 2 ആൾ കെട്ടിപ്പിടിച്ചിട്ടും അല്ലാതെ ആൾ വെള്ളത്തിൻ്റെ പ്രഷറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടൊക്കെ. അതാ സംഭവിച്ച സ്ഥലം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് മടുത്തു പോകുന്ന തരത്തിലുള്ളൊരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇതും കൂടെ കണ്ട സമയത്ത് ഞങ്ങളെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇനി മുന്നോട്ട് കഴിയോ എന്നുള്ളത് അറിയാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ നമ്മൾ അതിലേക്ക് ചേർന്ന് വർക്ക് ചെയ്തുകൊണ്ടാണ് പിന്നെ നമുക്ക് പിന്നെയും എനർജി വന്ന് നമ്മൾ പിന്നെയും വർക്ക് ചെയ്യാൻ നമുക്ക് ഒരു ഊർജ്ജം കിട്ടിയതൊക്കെ. പിന്നെ ഒരാൾക്ക് നമ്മളെ കൊണ്ട് ഉപകാരം കിട്ടുന്നു എന്ന് അറിയുമ്പോൾ നമുക്ക് വീണ്ടും ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുമല്ലോ. ഈ കറക്റ്റ് ടൈമിൽ ഇതിൻ്റെ മുകളിൽ റെസ്ക്യൂ ചെയ്യുന്ന ഒരുപാട് സംഘടനകളുണ്ട്, പല സംഘടനകളുണ്ട്. ഓരോ സംഘടന പേരെടുത്ത് പറയാൻ എനിക്കറിയില്ല. ആയിരക്കണക്കിന് ജനങ്ങൾ അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് പ്രോപ്പർ ടൈമിൽ അവിടെ ഫുഡ് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതും ആ പ്രോപ്പർ ടൈമിൽ ഈ ആൾക്കാരെ അവിടേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതും ഈ ഹിറ്റാച്ചിയുടെ വർക്കൊക്കെ കഴിഞ്ഞ ശേഷം ഈ ഡ്രൈവർമാരെ തിരിച്ചിറക്കി കൊണ്ടുവരുന്നതും ഇതൊക്കെ തന്നെ ഒരു വലിയ കാര്യം തന്നെയായിരുന്നു അവിടെ. കാരണം കിലോമീറ്ററുകളോളം നടക്കേണ്ടി വരികയാണ്. അല്ലെങ്കിൽ ഇവർ ആ നടക്കേണ്ട സ്ഥാനത്താണ് നമ്മുടെ വണ്ടി അവിടെ ഉപകാരപ്പെട്ടിട്ട് ഈ പാറയും മണ്ണൊക്കെ ചാണ്ടിയിട്ട് നമ്മൾ തിരിച്ചിറങ്ങി വരുന്നത്. 10 കിലോ വഹിക്കാൻ കയറാൻ പറ്റുന്ന ഒരു ഡ്രോൺ ആയിരുന്നു, അഗ്രികൾച്ചറൽ ഡ്രോൺ ആയിരുന്നു. ആ 10 കിലോക്കുള്ള സാധനങ്ങൾ ഞങ്ങൾ അതിൽ കയറ്റിയിട്ട് ഏകദേശം 1.5 കിലോമീറ്റർ റേഡിയസിലുള്ള സ്ഥലങ്ങൾക്ക് ഈ ഫുഡ് ഞങ്ങൾ ഈ ജീപ്പിൽ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് കൊണ്ടുപോയി കൊടുത്തിരുന്നു. പിന്നെ അതുപോലെ വേറെ കുറേ കണ്ണ് നനയിപ്പിക്കുന്ന കാഴ്ചകൾ അവിടെ വേറെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു നായ്ക്കുട്ടിയുടെ കാലൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നടക്കാൻ പറ്റിയിട്ടും ആ നായ്ക്കുട്ടിയുടെ യജമാനൻ്റെ വീട്ടിൽ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അത് എവിടേക്കും പോകാതെ ഫുഡും കഴിക്കാതെ അവിടെ തന്നെ നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു 3-4 നായ്ക്കുട്ടികളെ ഞങ്ങൾ അവിടെ കാണുകയുണ്ടായി. അവിടെ വെച്ചാൽ അവരുടെ വീട് മൊത്തം ഒലിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് തറ മാത്രമാണ് അവിടെ ഉള്ളത്, ഫൗണ്ടേഷൻ മാത്രമാണ് ഉള്ളത്. ആ ഫൗണ്ടേഷനിൽ നിന്ന് മാറാതെ ഫുൾ ടൈം ആ നായ്ക്കുട്ടി 2-3 ദിവസം നോക്കുന്ന സമയത്തും അത് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അങ്ങോട്ട് ആരും ഫുഡിന് വേണ്ടി വിളിച്ചാലും മാറില്ല, വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഇങ്ങോട്ട് മാറ്റി നിർത്തിയാൽ പോലും അത് മാറില്ല. അത് ജസ്റ്റ് ആട്ടുന്ന സമയത്ത് ജസ്റ്റ് കുറച്ച് അങ്ങോട്ട് പോകും, പിന്നെ അത് അവിടെ തന്നെ ഒന്ന് നിൽക്കും. അവൻ്റെ വീട് അതാണ്, അവൻ്റെ സ്പോട്ട് അതാണെന്നുള്ള മനസ്സിലായിട്ട് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു സങ്കടമുള്ള സംഭവം തന്നെ ആയിരുന്നു. ഞങ്ങളുടെ കേൾട്ടൺ ഗ്രൂപ്പിൽ ഏകദേശം 200 ആൾക്കാരുടെ അടുത്ത് മെമ്പേഴ്സും ഉണ്ട്. ഏകദേശം 160 വണ്ടികളുണ്ട്. ഈ 160 വണ്ടികളിൽ SUV കളുണ്ട്. SUV എന്ന് പറയുമ്പോൾ
നമ്മളെ പജീറോ, അതേപോലെ എന്താണ് എൻഡവർ, അതേപോലെ ഫോർച്യൂണർ, അങ്ങനത്തെ വണ്ടികളുണ്ട്. പിന്നെ ഫുള്ളി സ്പെക്കഡ് ആയിട്ടുള്ള ഇതേപോലത്തെ വണ്ടികളുണ്ട്. ഈ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ളി സ്പെക്കഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ഫ്രണ്ട് ലോക്കർ, ബാക്ക് ലോക്കർ, ഫ്രണ്ട് ക്രോമോളി, അതേപോലെ കട്ടിംഗ് ബ്രേക്ക്, പിന്നെ വിഞ്ച്, അങ്ങനത്തെ എല്ലാ സജ്ജങ്ങളോടുകൂടിയ വണ്ടികളുണ്ട്. പിന്നെ പിക്കപ്പ് ട്യൂബ്, അതേപോലെ CST ടയർ, ഇങ്ങനത്തെ ഫുള്ളി സ്പെക്കഡ് ആയിട്ടുള്ള വണ്ടികളുണ്ട്. അല്ലാത്ത സാധാ സ്റ്റോക്ക് കണ്ടീഷനിലുള്ള സാധാ 4 വീൽ ജീപ്പ് വണ്ടികളും ഉണ്ട്. പിന്നെ ഇതിൽ ഫുള്ളി സ്പെക്കഡ് ആയിട്ടുള്ള വണ്ടികൾക്ക് മാത്രമേ നമുക്ക് ഇതേപോലത്തെ ട്രാക്കുകളിലേക്ക് ഇറങ്ങാനും പറ്റൂ. അതേപോലത്തെ ഇതേപോലത്തെ ഡിസാസ്റ്ററൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അങ്ങനത്തെ ഏരിയകളിലേക്കൊക്കെ കയറി ചെല്ലാനും പറ്റുള്ളൂ. പിന്നെ ഒരുവിധമൊക്കെ ചില ടെറൈനുകളിലൊക്കെ സാധാ 4 വീൽ ജീപ്പുകളും കയറിപ്പോവും. പക്ഷേ എങ്കിലും ഒന്നും കൂടെ ബെറ്റർ എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ സ്പെക്കഡ് ആയിട്ടുള്ള വണ്ടികളാണ്. ഇത്തരം ടയറുകളൊക്കെയാണ് അവിടെ നമുക്ക് വണ്ടിയെ കൊണ്ട് കൂടുതൽ പരിക്കെടുപ്പിക്കാതെ ഈ ആൾക്കാരെ സേഫ് ആക്കിയിട്ട് കൊണ്ടുപോകാനും ഏറ്റവും ബെസ്റ്റ് ഇതേപോലത്തെ സ്പെക്കഡ് ആയിട്ടുള്ള വണ്ടികളാണ്. മെയിനായിട്ട് ഇത്തരം ദുരന്ത പ്രദേശങ്ങളിൽ സഞ്ചരിക്കാൻ നമ്മളെ ഒരു സ്റ്റോക്ക് 4 വീൽ ഡ്രൈവ് കൊണ്ട് മാത്രം കാര്യമില്ല. ചെറുതായിട്ട് ചില മോഡിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ട്. അതിൽ മെയിനായിട്ട് വേണ്ട ഒരു സംഭവം വിഞ്ച്, അതുപോലെ വെള്ളത്തിലൂടെ പോകാൻ സ്നോർക്കൽ, MT ടയർ, മഡിലൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ MT ടയർ വേണം. ഒരു ബേസിക് ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടായാലാണ് നമുക്ക് ഇത്തരം ദുരന്ത മുഖങ്ങളിൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയുള്ളൂ. നിലവിൽ വയനാട് ഞങ്ങൾ പരിപാടികൾക്ക് ഫസ്റ്റത്തെ ദിവസം തന്നെ പോകുമ്പോൾ ഞങ്ങൾ ഏകദേശം 10 വണ്ടിയാണ് ഞങ്ങൾ പോയത്. ഈ 10 വണ്ടികൾ പോയിട്ട് ഞങ്ങളെങ്ങനെ സംഭവിച്ചാൽ ഇതിൽ ആൾക്കാരെ കയറ്റാനുള്ള ആളുകളെ കയറ്റുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല, ഞങ്ങളിതിൽ ആൾക്കാരെ കയറ്റിയിട്ട് പോകുന്ന വണ്ടികൾ, ചളിയുള്ള സ്ഥലങ്ങൾ, അതേമാതിരി ഫുഡ് സാധനങ്ങൾ കയറ്റി പോകുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സപ്പോർട്ടിങ് വണ്ടിയായിട്ടാണ് നമ്മളെ വണ്ടികളൊക്കെ ഫ്രണ്ടിൽ പോയത് ഫസ്റ്റത്തെ ദിവസം. അപ്പോൾ അതിൽ ഈ ഫസ്റ്റത്തെ ദിവസം പോകുമ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്താ സംഭവിച്ചാൽ, ഈ വണ്ടികൾ ഫ്രണ്ടിൽ ബാക്കിൽ വരുന്ന ലോഡ് കയറ്റിയ വണ്ടികൾ കുടുങ്ങുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഡിഫറൻഷ്യൽ ലോക്കറുകളുണ്ട്. അപ്പോൾ വീല് ലോക്കർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീല് കുടുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ ജസ്റ്റ് അത് ഇത് ഇതുണ്ട് ലോക്കർ ഉണ്ടല്ലേ, ലോക്കർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിച്ചാൽ വണ്ടീൻ്റെ എവിടെയും ചളിയിൽ കുടുങ്ങാൻ ചാൻസുകൾ വളരെ കുറവാണ്. പിന്നെയും കുടുങ്ങുന്ന സാഹചര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരാൾക്ക് പകുതിയിൽ കൂടുതൽ ചളിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. അങ്ങനത്തെ സ്ഥലത്തൊക്കെ നമ്മളെ വണ്ടികളിനെ അവിടെ ട്രാക്ടറിലും വേറെ വണ്ടിയിലൊക്കെ കെട്ടി വലിക്കേണ്ട സ്ഥിതി വന്നിട്ടുണ്ട്. പിന്നെ അവിടേക്ക് ഫുഡായിട്ട് വന്നിട്ടുള്ള ലോറി അവിടെ കുടുങ്ങിയിട്ട് നമ്മൾ അതേപോലെ വലിച്ച് കയറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് പറയുക വെച്ചാൽ റോൾ ഗേജ്. ഈ റോൾ ഗേജിൻ്റെ കാര്യങ്ങൾ എന്താ വെച്ചാൽ, നമ്മൾ വണ്ടികൾ എവിടെയും പോയിട്ട് പെട്ടെന്ന് ഒരു ഭാഗം പെട്ടെന്ന് താഴ്ന്നിട്ട് താഴ്ചയുള്ള ഭാഗത്തേക്ക് മറിയൊക്കെ ചെയ്താണെങ്കിൽ ഈ ഒരു സീറ്റ് ബെൽറ്റും അതുപോലെ റോൾ ഗേജും ഉണ്ടെങ്കിൽ നമുക്ക് എന്താ സംഭവിച്ചാൽ അത് ക്വാളിറ്റിയിൽ അടിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ അപകടങ്ങൾ സംഭവിക്കുന്നതിൽ നമുക്ക് നല്ല മാറ്റങ്ങൾ, അതേമാതിരി രക്ഷ നേടാൻ നമുക്ക് കഴിയും. അത് റോൾ ഗേജും മസ്റ്റാണ്. ഞങ്ങളെല്ലാ വണ്ടികൾക്കും, ഒരുവിധം വണ്ടികൾക്കൊക്കെ ഞങ്ങൾ ഇതേപോലെ റോൾ ഗേജ് അടിച്ചിട്ടുണ്ട്. സ്റ്റീംലെസ് പൈപ്പിലാണ് അടിക്കൽ. അപ്പോൾ എന്താ വെച്ചാൽ ബെൻഡാകൽ കുറയും. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഞെരിഞ്ഞാൽ മരാതെ അതിൻ്റെ കാര്യങ്ങളെല്ലാം നല്ല ശ്രദ്ധിച്ചിട്ട് തന്നെ ഞങ്ങൾ വണ്ടികളൊക്കെ ബിൽഡ് ചെയ്യാറുള്ളൂ. ആ രീതിയിൽ തന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അവിടെ നോക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങളൊരു കോമ്പറ്റീഷൻ ഇറങ്ങുന്ന സമയത്താണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ കോമ്പറ്റീഷൻ സ്ഥലത്ത് തന്നെ ഞങ്ങളൊരു ആ ലാൻഡിന് ഒരു ഇൻഷുറൻസ് ചെയ്യും. അന്നൊരു താൽക്കാലിക 1 ദിവസത്തിന് 3 ദിവസത്തിനാണ് തോന്നുന്നു 3 ദിവസത്തിന് ഒരു ഇൻഷുറൻസ് ചെയ്യാറുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും ഫുൾ പരിരക്ഷയാണ് അത് സംഭവം നൽകുന്നത്. സെപ്പറേറ്റ് അടക്കും ഇൻഷുറൻസ് നമ്മൾ അടച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഒരു ലാൻഡ് ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വണ്ടി ട്രാക്കിൽ ഓടിക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ്, അതുപോലെ റോൾ ഗേജ്, ഹെൽമെറ്റ്, എല്ലാ കാര്യങ്ങളും സേഫ്റ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ ട്രാക്കിലേക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ, അതായത് ഇവന്റ് കമ്മിറ്റി. അതെ ആ ചെക്കിങ് പാസ്സായാൽ മാത്രമേ നമുക്ക് ആ വണ്ടി ആ ട്രാക്കിൽ ഓടിക്കാൻ കഴിയുള്ളൂ. അതെല്ലാം ഞങ്ങൾ നോക്കിയിട്ട് തന്നെ ഉള്ളൂ. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും മസ്റ്റായിട്ട് കീപ്പ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഈ ഒരു സംഗതികൾക്ക് ഇറങ്ങാറുള്ളൂ. നമുക്കിത് ഈ ഒരു ലെവൽ വരെ നമുക്ക് വെള്ളത്തിൽ ഓടിക്കാൻ കഴിയും. കാരണം വെച്ചാൽ സ്നോർക്കൽ ഫിറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ വരെ വെള്ളത്തിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയും. ഇങ്ങനെ സ്നോർക്കൽ ഫിറ്റ് ചെയ്ത് വെള്ളത്തിൽ ഓടിക്കഴിഞ്ഞാലും നമ്മൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന കുറച്ച് എക്സ്പെൻസുകൾ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിലവിൽ എൻജിൻ ഓയിൽ, ഗിയർ ബോക്സ് ഓയിൽ, ഹൗസിംഗ് ഓയിൽ, എല്ലാ ഓയിലും നമ്മൾ എന്ത് ചെയ്യണം, അത് കംപ്ലീറ്റ് ചോർത്തിയിട്ട് പുതിയ ഓയിൽ ചേർക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഇലക്ട്രിക്കലി മോട്ടോറുകൾ, സ്റ്റാർട്ടിംഗ് മോട്ടോറുകളൊക്കെ, ഡൈനാമോ, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് ശേഷം ശ്രദ്ധിക്കേണ്ട സംഭവങ്ങളാണ്. വണ്ടി നോർമലി നമ്മൾ സാധാ ജീപ്പിൽ നിന്ന് ഇങ്ങനെ ഒരു മോഡിഫിക്കേഷൻ ചെയ്യുന്ന ഒരു ജീപ്പിന് ഏകദേശം നമുക്കൊരു 5 ലക്ഷം റുപ്യ ആ ലെവലിൽ ചിലവ് വരും. ഒരു 5 ലക്ഷം ആ ലെവലിലേക്ക് ചിലവ് വരും. അവിടുന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ ഓരോ സ്പെക്ക് കൂടുന്നതനുസരിച്ചാണ് ഫ്രണ്ട് ലോക്കർ, അതുപോലെ ബാക്ക് ലോക്കർ, അതേമാതിരി റിയർ സ്റ്റാരിങ് ഓടിക്കുന്ന വണ്ടിയൊക്കെ ഉണ്ട് നമ്മളെ ഗ്രൂപ്പിൽ. അതിനൊക്കെ ആകുമ്പോൾ ഒരു 13 ലക്ഷം രൂപ വരെ വണ്ടിക്ക് എക്സ്പെൻസ് വരും. ടയർ അതേപോലെ ഇപ്പോൾ ഇത് നോർമൽ ടയറാണ്. നമുക്ക് ചളിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വില കുറഞ്ഞ ടയറാണ് ഈ ബക്ക്ഷോട്ട് എന്ന് പറഞ്ഞ ടയർ. ഈ ബക്ക്ഷോട്ട് പറഞ്ഞ ടയറിന് നമുക്ക് ഏകദേശം 6,000 രൂപ വരെ തന്നെ ഉള്ളൂ.
നേരെ മറിച്ച് അതേപോലെ തന്നെ CST ഉണ്ട്, നമ്മൾ ട്രാക്കിൽ ഓടുന്ന CST പറഞ്ഞ ടയറാണ്. ഈ CST പറഞ്ഞ ടയറിന് നമുക്ക് ഏകദേശം 20-23 ആ ലെവൽക്ക് വരാം. ഈ ജീപ്പിൻ്റെ പ്രത്യേകത എന്താ സംഭവിച്ചാൽ ഈ ജീപ്പിൻ്റെ ആളാണ് സവാദ് അറിയും, മലപ്പുറത്തില്ല. അതാണ് ഇവിടെ ഇവൻ നമ്മളെ സ്നേക്ക് റെസ്ക്യൂ ഇതുണ്ടല്ലോ, നമ്മളെ എന്തായാലും പറയുക കേരള ഫോറസ്റ്റിൽ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അതേപോലെ അതിൻ്റെ സംഗതികൾ ലൈസൻസൊക്കെ ഉള്ള ഒരാളാണ്. ഓൻ്റെതാണ് ഇത്. പക്ഷേ നമ്മളെ ഫസ്റ്റ് ഇവിടെ വെള്ളം കയറിയ അന്ന് അവിടെ ഉരുൾപൊട്ടി അന്ന് ഇവിടെ മലപ്പുറത്ത് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഈ വെള്ളം കയറിയ സമയത്ത് ആ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൻ ഓടിയിട്ടുണ്ട് ഈ ഒരു വണ്ടിയും കൊണ്ട്, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും. അതേപോലെ തന്നെ ഈ ഒരു സാധനം ആളെ പിന്നെ അവിടെ കണ്ടു എന്ന സംശയം ഉണ്ടായതുകൊണ്ട് ഏതേന സ്ഥലം നമ്മളിത് തോണി കൊണ്ടുപോയ സ്ഥലം ആലത്തൂർ പഠിക്കുക ഒരാളെ കണ്ടു പറഞ്ഞിട്ട് അന്ന് തോണിയൊക്കെ കയറ്റിയിട്ട് അവിടെ പോയിട്ട് അന്ന് കുറേ സെർച്ച് ചെയ്യാനും കാര്യങ്ങൾക്കും ഓനെ നോക്കിയിട്ടുണ്ട്, ആളെ കിട്ടും ചെയ്തിട്ടുണ്ട്. ഇതൊരു ടീം വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ കേൾട്ടൺ ഓഫ് റോഡേഴ്സ് എന്ത് ചെയ്യുന്നത് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള അതേപോലെ റെസ്ക്യൂവിന് വേണ്ടിയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള എല്ലാവിധ വ്യക്തികളും അതേപോലെ മറ്റേ സ്പെക്കായിട്ടുള്ള വണ്ടികളും വാഹനങ്ങളും എല്ലാം നമ്മുടെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫയർ അതേപോലെ പോലീസ് അതേപോലെ MPD അവരൊക്കെ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു അവരിൽ നിന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത്. ഇതിൽ റെസ്ക്യൂവിൻ്റെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള വ്യക്തികളും അതേപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്ക് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വണ്ടികളും എല്ലാം ഉൾപ്പെട്ടുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് തരാൻ വേണ്ടിയിട്ട് പ്രത്യേക വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നിയമിച്ച് അതിൻ്റെ പിൻബലത്തിലാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് കംപ്ലീറ്റ് എല്ലാം വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു അപകടം നടന്നതിന് ശേഷമുള്ള പ്രവർത്തനമല്ല ഞങ്ങൾക്ക് എല്ലാ വർഷവും ഞങ്ങൾക്ക് ഉണ്ടാവാറ്. ഇതേപോലത്തെ ഡിസാസ്റ്റർ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഞങ്ങൾ പല ടീമുകളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേ അപകടം നടന്ന സമയത്ത് തന്നെ ഇവിടെ കരുവാരാകുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഓൾറെഡി അവിടുന്ന് 200ഓളം കുടുംബങ്ങളെ ഞങ്ങൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്, ക്യാമ്പിലോട്ട് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഈ പ്രശ്നം തീർന്നതിന് ശേഷം അവരെല്ലാം റിട്ടേൺ ഞങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്തിട്ടുണ്ട് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലബ്ബ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ക്ലബ്ബായിട്ടുള്ള എല്ലാം ഞങ്ങൾ മുന്നേറുന്നത് വ്യക്തമായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക പ്രവർത്തനം ഞങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ കാര്യങ്ങളെല്ലാം ജനങ്ങളിലോട്ട് എത്തിച്ച് ഉദ്യോഗസ്ഥന്മാരിലോട്ട് എത്തിച്ച് അവർ പറയുന്ന ആ രീതിക്ക് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത്. നിലവിൽ വയനാട് ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പല മേഖലയിലുള്ള ആളുകൾ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട പിന്നെ ഇതാണ് മിലിറ്ററി, ഫയർഫോഴ്സ്, അതുപോലെ പോലീസ്, നാട്ടുകാർ, മറ്റു സന്നദ്ധ സംഘടനകൾ, പിന്നെ ഇതുപോലത്തെ ഓഫ് റോഡ് JCB ഇറ്റാച്ചികൾ, അങ്ങനെ ഒരുപാട് മേഖലയിലുള്ള ആളുകൾ, മരം മുറിക്കാനുള്ള ആളുകൾ, അതിനായിട്ട് കട്ടർ ഉപയോഗിച്ചിട്ട് അതായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മളെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നമ്മളെ കൂടെ തന്നെ പ്രവർത്തിച്ച മറ്റു വേറെയും ഒരുപാട് ക്ലബ്ബുകളുണ്ട്. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ക്ലബ്ബാണ് പുൽപ്പള്ളി ഓഫ് റോഡേഴ്സ്, അതുപോലെ വയനാട് ജീപ്പേഴ്സ്, നമ്മൾ കൂടെ പ്രവർത്തിച്ച പിന്നെ ചെറുവാടി അഡ്വഞ്ചർ ക്ലബ്ബ്, പിന്നെ മറ്റുള്ള ഇതിപ്പോൾ ഈ ഇത്രയും ക്ലബ്ബുകൾ പിന്നെ ഇതിൽ പ്രവർത്തിക്കാൻ കാരണം ഈ ഒരു ദുരന്തം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള ക്ലബ്ബുകൾ ആയതുകൊണ്ടാണ് ഞങ്ങളിതിൽ പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ ഞങ്ങളെ സഹോദര ക്ലബ്ബുകളുണ്ട് മറ്റു ഡിസ്ട്രിക്റ്റുകളിലെ മറ്റു ജില്ലയിലുള്ള പിന്നെ ക്ലബ്ബുകൾ നമ്മളോട് നിരന്തരം വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആവശ്യമുണ്ടോ, വണ്ടി വേണോ, എന്താ സമയമാകുമ്പോൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിരന്തരം കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തിരുന്നു. നമ്മൾ പോകുന്ന സമയത്ത് വണ്ടികൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ ഫ്രീ ആയിട്ട് അത് മെക്കാനിക്കൽ തീർത്ത് തരാൻ ടീമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇതൊരു ടീം വർക്കാണ്. അത് നമ്മളെ മാത്രം ഒരിതല്ല, നമ്മൾ ചെയ്യുന്നത് പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ നിർദ്ദേശത്തിനനുസരിച്ച് മാത്രമാണ് നമ്മൾ ഈ മേഖലയിൽ പ്രവർത്തിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പ്രത്യേകം താങ്ക്സ് പറയാനുള്ളത് ഫയർഫോഴ്സ്, അതേപോലെ പോലീസ്, അതേപോലെ നമ്മളെ MPD, നമ്മളെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളെ കളക്ടേഴ്സ്, ഇവരൊക്കെ ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരം തന്നതിന്. ഞങ്ങൾ എല്ലാ വർഷവും വളരെ എന്താ പറയുക എക്വിപ്ഡായിട്ട് ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നതാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും തുടർന്നും ഞങ്ങൾ ഇതുപോലെ തന്നെ ആയിരിക്കും. അതുപോലെ ഇനി പുതിയ ഒരുപാട് വ്യക്തികൾ ഇങ്ങനെ ആഗ്രഹമുള്ളവർ ഞങ്ങളെ ക്ലബിലോട്ട് വരണം എന്നും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വെൽക്കം ചെയ്യുന്നുണ്ട്. കാരണം ഇങ്ങനത്തെ ഓരോ ഡിസാസ്റ്റർ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആളുകളെ തികയാത്ത, അതായത് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് തികയാത്ത ഇതായിട്ട് വരും. ഇനി പുതുതായിട്ട് വരുന്നവർക്കാണെങ്കിൽ പ്രത്യേക ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുക്കാനും എന്താണ് ക്ലബ്ബ് തയ്യാറാണ്. അതുപോലെ നമ്മളെ ക്ലബ്ബിൽ ഏകദേശം 30ഓളം മെമ്പർമാർ ഫയർഫോഴ്സിൻ്റെ വിവിധ
ട്രെയിനിങ് കിട്ടിയ ആളുകളുണ്ട്. അതിൽ ആപദാമിത്ര ഉണ്ട്, സിവിൽ ഡിഫൻസ് ഉണ്ട്, അതുപോലെ കേരള പോലീസിൻ്റെ പോലീസ് വളണ്ടിയർ ഉണ്ട്, TDRF എന്നിങ്ങനെയുള്ള സംഘടനകളിൽ പിന്നെ ട്രെയിനിങ് കിട്ടി വർക്ക് ചെയ്യുന്ന ആളുകളും നമ്മളെ കൂട്ടത്തിലുണ്ട്. ഉയർന്ന ശമ്പളത്തോടുകൂടി മെഡിക്കൽ IT രംഗത്ത് ജോലി നേടിയാലോ? ഇത് മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ കാലം. മറക്കണ്ട, ലൂമിനസ്. ഇനി നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ചുമലുകൾ സംസാരിക്കും. സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 വാൾ കവറിംഗ് കമ്പനി യാര ലക്ഷറി വാൾ കവറിംഗ് ആൻഡ് മോർ.